स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः। निरञ्जनं नित्यमनन्तरूपम् भक्तानुकम्पाधृतविग्रहं वै ईशावतारं परमेशमेढ्यम् तं रामकृष्णं शिरसा नमामि। त्रेतायां रामरूपाय द्वापरे कृष्णमूर्तये कलौ पूर्णावताराय रामकृष्णाय ते नमः। जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपद्मे तयो श्रित्वा प्रणमामि मुहुर्मुहुः। नमः श्रीयतिराजाय विवेकानन्दसूरये सच्चित्सुखस्वरूपाय स्वामिने तापहारिणे श्रीरामकृष्णसत्शिष्यं निर्मलानन्दरूपिणं तुलसीनैर्मल्यशोभिनं तं श्रीमन्निर्मलानन्दगुरुवे नमः। चिद्घनं हृदयं यस्य रामकृष्णे स्थितश्चय आनन्दे विशदे शश्व तस्मै श्रीगुरवे नमः। ॐ नमो भगवते श्रीरामकृष्णाय नमो नमः। ॐ नमो भगवते श्रीरामकृष्णाय नमो नमः। ॐ नमो भगवते श्रीरामकृष्णाय नमो नमः। सर्वधर्मस्थापकत्वं सर्वधर्मस्वरूपकः आचार्याणां महाचार्यो रामकृष्णाय ते नमः। यथाग्निर्दाहिका शक्ति रामकृष्णे स्थिता हिया सर्वविद्यास्वरूपां तां शारदां प्रणमाम्यहम्। परतत्त्वे सदा लीनो
രാമകൃഷ്ണ സമാജ്ഞയാ യോ ധർമ്മസ്ഥാപനരതോ വീരേശം തം നമാമ്യഹം. കാളിന്ദീ ഭുല്ലകമലേ മാധവേന ക്രീഡാരത ബ്രഹ്മാനന്ദ നമസ്തുഭ്യം സദ്ഗുരോ ലോകനായക. യോഗാനന്ദ പ്രേമാനന്ദശ്ചാന്യേ വയ്യേ ച പാർഷദാ രാമകൃഷ്ണഗത പ്രാണ സർവാം താൻ പ്രണമാമ്യഹം. രാമകൃഷ്ണഗത പ്രാണ സർവാം താൻ പ്രണമാമ്യഹം. രാമകൃഷ്ണഗത പ്രാണ സർവാം താൻ പ്രണമാമ്യഹം. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാം ഉദ്ധര ഭവാർണവാത്. മനോരഥോ മദീയോയം സഫല സർവധാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ ഗദാധര. ശ്രീരാമകൃഷ്ണ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ രാമകൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ഓം നമോ ഭഗവതേ ശ്രീരാമകൃഷ്ണായ നമോ നമഃ. ഓം നമോ ഭഗവതേ ശ്രീരാമകൃഷ്ണായ നമോ നമഃ. ഓം നമോ ഭഗവതേ ശ്രീരാമകൃഷ്ണായ നമോ നമഃ. ശ്രീരാമകൃഷ്ണ ഭാഗവതം അധ്യായം 8 തന്ത്രസാധനകൾ. ആനന്ദമന്ദാകിനി തീരത്തിൽ ചിദാനന്ദസാരത്തെ വീണ്ടും ഏറ്റം ആനന്ദാൽ നുകരുവാൻ ശ്രീരാമകൃഷ്ണദേവൻ ഉന്മേഷത്തോടു തന്നെ വന്നെത്തി കാളിക്ഷേത്ര പൂജകൾ ആരംഭിച്ചു. ദിവ്യമാവേശവും ആനന്ദോന്മത്ത ഭാവമൊക്കെയും മുന്നെപ്പോലെ തന്നെയായി വന്നു ചേർന്നു. എന്തെന്നില്ലാത്ത ദിവ്യഭാവങ്ങൾ ഒന്നൊന്നായി സ്വാന്തത്തിൽ മേൽക്കുമേലെ വന്നെന്നു തന്നെ പിന്നെ അദ്ദേഹം ചൊല്ലാറുണ്ടു പിൽക്കാലത്തെന്നു കേൾപ്പൂ. ധ്യാനത്തിൽ മുഴുകിയിടും ആനന്ദ സമാധിയിൽ ലീനനായി മേവും പിന്നെ ആനന്ദഗാനം ചെയ്യും. ആനന്ദ രൂപദേവി ഭാവവും ആനന്ദരൂപദേവീഭാവവും ദിവ്യബോധം ഈ വകയല്ലാതൊരു ബോധവുമില്ലാതായി ആനന്ദഗാനം ചെയ്യും. ആനന്ദരൂപദേവീഭാവവും ദിവ്യബോധം ഈ വകയല്ലാതൊരു ബോധവുമില്ലാതായി പക്ഷികൾ ശീർഷശുദ്ധി ചെയ്യുവാനിട്ടതായ അക്ഷതം കുത്തിത്തിന്നും ആയതുപോലെ തന്നെ സർപ്പങ്ങളോടും മേലിൽ എന്നാലും ധ്യാനലീനൻ ഒന്നുമേ അറിയാതെ വർത്തിക്കും. സർപ്പങ്ങളോടും മേലിൽ എന്നാലും ധ്യാനലീനനൊന്നുമേ അറിയാതെ വർത്തിക്കും. ദിനം തോറും ഉന്നത ദിവ്യഭാവ സമാധി ഉണ്ടായിടും. ദിവ്യനായുള്ളിൽ മേവും സന്യാസി വേഷം പൂണ്ട ഭൈരവനാണു വേണ്ട നിർദ്ദേശം കൊടുക്കുവാൻ.
ത്യാഗിയാണെന്ന ഭാവനിഷ്ഠയ്ക്കു സാക്ഷാത്കാരമുണ്ടാക്കാൻ മണ്ണും പൊന്നും ഒന്നുപോൽ ഗണിച്ചിട്ടു ഗംഗയിലെറിയിച്ചു. പിന്നെയും അതുപോലെ ജാതിയും ആചാരവും ഏതുമേ ഗണിക്കാതെ ജ്യോതിസാണാത്മാവെന്നു ധ്യാനിപ്പാനല്ലേ ശാസ്ത്രമോതുന്നതതുകൊണ്ടു ജാതിയെ ഗണിക്കാതെ. യാചകൻ തിന്ന ബാക്കി തിന്നീടും. വൃത്തിഹീനമായുള്ള സ്ഥലങ്ങളെ തോട്ടിയെപ്പോലെ തന്നെ രാത്രികാലത്തു ചെന്നു വൃത്തിയാക്കിയിടും. പിന്നെ ചന്ദനമലങ്ങളെ ഒന്നുപോൽ നക്കി നോക്കും. നിന്ദ്യമാമേധ്യത്തെ തിന്നുന്ന സാരമേയം തിന്നതിൻ ബാക്കി പോലും തിന്നെന്നും കേൾക്കാനുണ്ട്. ജാതിയും ആചാരവും ഏതുമേ ഗണിക്കാതെ ജ്യോതിസാണ് ആത്മാവെന്നു ധ്യാനിപ്പാനല്ലേ ശാസ്ത്രമോതുന്നത്. അദ്ഭുതമായ രീതി, അദ്ഭുതമനുഷ്ഠാനമിത്തരമാരും ചെയ്തതെന്നുമേ കേട്ടിട്ടില്ല. ഈ വണ്ണമുള്ള ഭാവം കാൺകയാൽ ഭ്രാന്താണെന്ന ധാരണ മധുരനും വന്നു ചേർന്നതുമൂലം ഗംഗാപ്രസാദസേനൻ തന്നോടും അതുപോലെ ബംഗാളിൽ പൂർവദേശത്തെത്രയും കീർത്തി കേട്ട ദുർഗാപ്രസാദസേനനെന്നിവർ ചികിത്സിച്ചു. ഭ്രാന്തല്ല, ദിവ്യോന്മാദമാണെന്നും ഔഷധത്താൽ മാറുന്ന രോഗമല്ല ചാറ്റർജിക്കെന്നും അപ്പോൾ ദുർഗാപ്രസാദസേനൻ ചൊല്ലി പോലെന്നും കേൾപ്പൂ. മാതാവു കാര്യമെല്ലാം കേൾക്കുവാനിടയായി ഭൂതാധിനാഥൻ തൻ്റെ മന്ദിരം സംപ്രാപിച്ചു. പ്രായോപവേശം എന്ന ഭീകരമഹാവ്രതം കായത്തെ ക്ലേശിപ്പിച്ചു. ഭക്ഷണപാനീയങ്ങൾ വർജിച്ചും നിരന്തരം ശങ്കരചിന്ത ചെയ്തതും ജീവിതം അന്ത്യമെത്തിച്ചേടുന്ന മഹാവ്രതം കൈവരിച്ചെന്നു കേൾപ്പൂ. ഖിന്നയായി ആശാഹീനം. ദിവ്യമാം വാണി കേട്ടു പോവുക മുകുന്ദപ്പുർ ശങ്കരമന്ദിരത്തിൽ, അല്ലാതെ മാർഗമില്ല. കാമാരപുരത്തിന്റെ നായകനായ ശംഭു ഈ വണ്ണം അരുൾ ചെയ്ത കാരണം ചന്ദ്രാദേവി ഔവണ്ണം മുകുന്ദപുരമ്പലം തന്നിലെത്തി പ്രായോപവേശം ചെയ്യാൻ ആരംഭിച്ചെന്നും കേൾപ്പൂ. അപ്പോഴും ദിവ്യവാണിയുണ്ടായി മഹാത്ഭുതം. രോഗിയല്ലവൻ എൻ്റെ ഭക്തനാണ്, അതുകൊണ്ടു ഭീതി കൈവിട്ടു വേഗമാഹാരം കഴിക്കുക. ബാധയുമല്ല, ദോഷമേതുമേ ഉണ്ടാകില്ല. ഭൂതാധിനാഥനേവമാശിസ്സുമരുളവേ മാതാവാം ചന്ദ്രാദേവി ആശ്വാസമാർന്നു തൻ്റെ ഭീകരമഹാവ്രതം വേണ്ടെന്നു തന്നെ വെച്ചു. കാണുന്നതെല്ലാം തന്നെ ദേവിയെ ഓർമ്മിപ്പിക്കും ദൈവിക മഹാഭാവമാശ്ചര്യമെന്നേ ചൊല്ലൂ. ദിവ്യമാം ഉന്മാദത്തിൽ എന്തൊക്കെ ചെയ്യുന്നെന്നു ചിന്തിപ്പാനാവതില്ല. ചിന്മയം ചിദാനന്ദമൗവ്യയമായ തത്വമദ്വയമനാദ്യന്തം നിർമ്മലം എന്നുമൊക്കെ വിദ്വാൻമാർ പറയുന്നു. ശാന്തഗംഭീരമാകുമാവിധമുള്ള ഭാവം ഭ്രാന്തുപോലെന്തുകൊണ്ടോ കാണുന്നുണ്ട് ഇദ്ദേഹത്തിൽ. അവ്യക്തം വ്യക്തമായാൽ ആനന്ദപ്രകാശമായതിനപ്പുറത്തെ സത്തയാണ് അതിദിവ്യമാകിയ
പരം ബ്രഹ്മം എങ്കിലും ചിദാനന്ദസാഗരമായ ദിവ്യലോകൈക ജനനിതൻ ലീലകൾ ഈ വിധത്തിൽ ആനന്ദോന്മത്ത ഭാവം സ്ത്രീകളെ കണ്ടാൽ സീതാദേവിയെ സംസ്മരിക്കും. ദിവ്യമാം സമാധിയിൽ പൂകിടും അതുപോലെ ബാലകന്മാരെ കണ്ടാൽ കൃഷ്ണനെ സംസ്മരിക്കും. നീലനീരത വർണ്ണമാലോചിച്ചനന്തതാ ബോധത്തിൽ ചിത്തമെത്തും ലീനനാം സമാധിയിൽ. രാജശ്രീ മധുർബാബു ശ്രീരാമകൃഷ്ണൻ തന്റെ സേവകൾ ചെയ്യാൻ ഏറ്റവും ശ്രദ്ധയുള്ളവനായി എപ്പോഴും ശ്രദ്ധിച്ചിടും. എങ്ങോട്ടു വേണമെങ്കിൽ പോകുവാൻ തയ്യാറാക്കും, കൂടവേ ഗമിച്ചിടും. പോരെങ്കിൽ ചില നേരം വേഷപ്പകർച്ചയോടു പോയിടും. ആരും ബാബുവാണെന്നു കാണുകില്ല. വേണ്ടപ്പോൾ വേണ്ടതൊക്കെ ചെയ്തിടുമെന്തോ കഥ. റാണി തൻ മരുമകനിങ്ങനെ സേവ ചെയ്വു. അന്നൊരു നാളിൽ ശംഭുമന്ദിരം തന്നിൽ ദേവൻ ഉന്നത ഭാവം പൂണ്ടു വന്ദിച്ചു നിന്നുകൊണ്ട് ശങ്കരസ്തോത്രം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ദിവ്യഭാവത്തിലെത്തിച്ചേർന്നു ബോധവും ഉയർന്നുപോയി. ശങ്കരസ്തോത്രം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ദിവ്യഭാവത്തിലെത്തിച്ചേർന്നു ബോധവും ഉയർന്നു പോയി. ആരറിഞ്ഞിടും നിന്റെ വൈഭവം മഹേശ്വര. സാരമേറുന്നതാകും വാണികൾ ഈ വിധത്തിൽ സാനന്ദം വീണ്ടും വീണ്ടും ഉച്ചത്തിൽ ചൊല്ലും നേരം മാനുഷരെല്ലാം ചുറ്റുപാടുമായി നോക്കി നിന്നു. ഭ്രാന്തനാം പൂജാരിയെ പുറത്തേക്ക് ഓടിച്ചിടാം. എന്തിനീ ക്ഷേത്രം നീചവൃത്തിയാൽ ദുഷിപ്പിപ്പൂ. ഈ വിധം ഓരോ വാക്യം ചൊല്ലിക്കൊണ്ടവിടത്തിൽ മേവുമ്പോൾ ഒരു മാന്യൻ വേഗത്തിൽ പുറത്താക്കാം ഈ വണ്ണം ഓതിക്കേട്ടു. തൊട്ടുപോകരുതാരും ഗർജനം ഈ വിധത്തിലുണ്ടായി നോക്കും നേരം ആ ജനങ്ങൾക്കു സർവനായകനായ ബാബു തങ്ങളോടൊപ്പം നിന്ന് സർവവും വീക്ഷിക്കുന്നു. തങ്ങളെ ശാസിച്ചേവമൂതുന്നുവെന്നും കണ്ടു. എല്ലാരും ഈ വിധത്തിൽ സ്തംഭിച്ചു നോക്കി നിൽക്കെ മെല്ലയാ മഹാത്മാവു സ്വബോധമെത്തിച്ചേർന്നു. എല്ലാരും ചുറ്റുപാടും നിൽപ്പതായി കാണുകയാലേ വല്ലതും ബോധഹീനം ചെയ്തു പോയെന്നുവെന്നോ എന്നായി ചോദിച്ചപ്പോൾ ബാബുവിനോട് ദേവൻ ധന്യനാം മധുരനും അന്നേരം ഉര ചെയ്തിതൊന്നുമേ ഉണ്ടായില്ല. ദിവ്യമാം സ്തുതി ചൊല്ലിയെന്നല്ലാതൊന്നുമില്ല. എന്നാൽ ഈ സേവകന്മാർ നന്നല്ല. കാര്യബോധമില്ലാതെ വല്ലായ്മകൾ വല്ലതും കാണിക്കാതെ കാത്തു ഞാനെന്നേയുള്ളൂ. ഇങ്ങനെ ഭക്തിപൂർവം വന്ദിച്ചു നിന്നു ചൊല്ലി അങ്ങവരെല്ലാം കേട്ടു സ്തംഭിച്ചു നിന്നുപോയി. പിന്നൊരു നാളിൽ ദിവ്യഭാവത്തിൽ ഭഗവാനാധന്യമാം മന്ദിരത്തിൻ മുന്നിലെ വരാന്തയിൽ മന്ദമായി ഉലാത്തുമ്പോൾ തന്നുടെ മുറിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും ശ്രദ്ധാപൂർവമായി ഭഗവാനെ വീക്ഷിച്ചങ്ങു വർത്തിച്ച മധുരനും ആയവയൊന്നും ദേവൻ ദൃഷ്ടിയിൽ പെട്ടതില്ല. തൽക്ഷണം ഓടി വന്നു ശ്രീരാമകൃഷ്ണ പാദേ സാഷ്ടാംഗ നമസ്കാരം ചെയ്തെന്നാ മധുരനും ആവേശപൂർവം വിങ്ങി വിങ്ങി കരയും എന്നു എത്രയും സംഭ്രാന്തനായി ബാബുവെത്താൻ മയക്കിയെന്നാകാം തോന്നിയിടുക. റാണിക്കും ഇതു കേട്ടാൽ ഈ വിധ ചിന്ത ചെയ്തു വേഗത്തിൽ എഴുന്നേൽക്കൂ. റാണിക്കു ജാമാതാവു നീ എന്നു ചിന്ത ചെയ്യൂ.
കാണുന്നോരൊക്കെ എന്ത് ചിന്തിക്കാം എന്നുമോർക്കൂ. ശ്രീരാമകൃഷ്ണപാദേ സാഷ്ടാംഗ നമസ്കാരം ചെയ്തെന്നാ മധുരനും ആവേശപൂർവം വിങ്ങി വിങ്ങിക്കരഞ്ഞുവെന്നും എത്രയും സംഭ്രാന്തനായി ബാബുവെത്താൻ മയക്കിയെന്നാകാം തോന്നിയിടുക റാണിക്കും. ഇതു കേട്ടാൽ ഈ വിധ ചിന്ത ചെയ്തു വേഗത്തിലെഴുന്നേൽക്കൂ റാണിക്കു ജാമാതാവു നീയെന്നു ചിന്ത ചെയ്യൂ. കാണുന്നോരൊക്കെ എന്ത് ചിന്തിക്കാം എന്നു ഓർക്കൂ. ഇത്തരം അരുൾ ചെയ്തു കൈകളാൽ ഭഗവാനും ഉത്തമനായ ബാബു തന്നെയും എഴുന്നേൽക്കാൻ പൊന്തിച്ചു നോക്കി. എന്നാൽ പിന്നെയും ആ വിധത്തിൽ ഉന്നത ഭാവാവേശം തന്നെയായി കരയുന്നു. ദീർഘമാം നേരം കൊണ്ട് ബാബുവും എഴുന്നേറ്റു ഗദ്ഗത ശബ്ദത്തോടു ചൊല്ലിനാനിതേ വിധം. ദിവ്യനാം അവിടുത്തെ വീക്ഷിച്ചുകൊണ്ടു തന്നെ എന്നുടെ മുറിക്കുള്ളിൽ വർത്തിക്കും നേരത്തിങ്കൽ അംബികാ സ്വരൂപത്തിൽ അങ്ങോട്ടു നടക്കുന്നു. ശങ്കരസ്വരൂപിയായി ഇങ്ങോട്ടു മടങ്ങുന്നു. ഓം ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. അംബികാസ്വരൂപത്തിൽ അങ്ങോട്ടു നടക്കുന്നു. ശങ്കരസ്വരൂപിയായി ഇങ്ങോട്ടു മടങ്ങുന്നു. ഇങ്ങനെ വീണ്ടും വീണ്ടും കണ്ടും ഞാൻ, എന്നാലും എൻ കണ്ണുകൾ വിശ്വാസാർഹമല്ലെന്നു വന്നേക്കാമോ എന്നൊക്കെ ചിന്ത ചെയ്തു കണ്ണുകൾ തുടച്ചിട്ടു പിന്നെയും നോക്കി. എന്നാൽ മുന്നേ പോൽ തന്നെ കണ്ടു. അംബികാസ്വരൂപത്തിൽ അങ്ങോട്ടു നടക്കുന്നു. ശങ്കരസ്വരൂപിയായി ഇങ്ങോട്ടു മടങ്ങുന്നു. ആശ്ചര്യം എന്നേ ചൊൽവൂ. ആവേശപൂർവം ബാബു ആനന്ദ ബാഷ്പം തൂകി ഇങ്ങനെ കുറെ നേരം. നിശ്ചയം മധുരൻ ഈ ഗാത്രത്തെ സൂക്ഷിക്കുവാൻ ആശ്ചര്യ സേവ ചെയ്തോനാദ്യത്തെ രസധരൻ. അദ്ഭുത വിശ്വാസത്തിലെത്തിയതൊക്കെ ദേവി ഇത്തനു തന്നിൽ എത്ര ദിവ്യമാം ദർശനങ്ങൾ ഉത്തമ ഭക്തന്നേകിയാണെന്നു നിനയ്ക്കുവിൻ. ശ്രീരാമകൃഷ്ണദേവൻ ഈ വിധമാ രംഗത്തെ പിൽക്കാല ഭക്തന്മാർക്കു ചൊല്ലിക്കേൾപ്പിച്ചുവത്രേ. ചിന്മയി ജഗദംബ തന്നെ അംശമായി നിർമ്മല ഭക്തയായിട്ട് ഈശ്വരീ മന്ദിരത്തെ നിർമ്മിച്ചു. ഭാവികാല സേവകൾ ചെയ്യാനുള്ള ഭൂസ്വത്തു നീക്കിവെച്ചു. ദാനപത്രങ്ങളെല്ലാം വേണ്ട പോൽ ചമയ്ക്കയും അതുപോൽ മഹാദേവി സ്ഥൂല രൂപത്തിലൂഴിലീലകൾ ചെയ്യുവാനായി സ്ഥൂല ലോകത്തിൽ വന്ന ശ്രീരാമകൃഷ്ണദേവൻ ലീലകൾ ചെയ്യുവാനുള്ള രംഗമാക്കിയിട്ടു വേണ്ട പ്രാരംഭ സേവ ചെയ്തു. പിന്നെയും വേണ്ടതൊക്കെ ചെയ്യുവാൻ ജാമാതാവാം ധന്യനാം മധുരന രംഗത്തിൽ വരുത്തിയിട്ടു ആ രംഗം വിട്ടു ദേവീധാമത്തിലെത്താനുള്ള കാലമായി എന്നു കാണൂ. ഉഗ്രമാം അതിസാര രോഗവും ജ്വരവും ആയി എത്രയും ഭയങ്കരം ദീനയായി തീർന്നു റാണി. അന്തിമഘട്ടം എത്താറായെന്നു നിശ്ചയിച്ചു ബന്ധുവർഗങ്ങൾ. കാളിഘട്ടത്തിലുള്ളതായ സ്വന്ത ഗേഹത്തിലേക്കു താമസം മാറ്റം ചെയ്തു. അന്തിമവേളയായാൽ ഗംഗയിലിറക്കുന്ന സമ്പ്രദായങ്ങളുണ്ടു ബംഗാളിൽ. അതുകൊണ്ട് ജീവിത നാടകത്തിന് അന്ത്യമായെന്നു കണ്ടു ഗംഗയിൽ കൊണ്ടുവന്നു ചുറ്റിലും ദീപജാലം കത്തിച്ചു വെച്ചു. റാണി കൺപോള മെല്ലെ മെല്ലെ പൊന്തിച്ചു ചുറ്റും നോക്കി. അദ്ഭുതമനാദ്യന്ത ചിന്മയ പ്രകാശമൻ അംബികയാഗമിപ്പൂ. അദ്ഭുതം അനാദ്യന്ത ചിന്മയ പ്രകാശമൻ അംബിക ആഗമിപ്പൂ.
സിന്ദൂരാരുണ വിഗ്രഹാം തൃണയനാം മാണിക്യമൗലിസ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. അദ്ഭുതമനാദ്യന്ത ചിന്മയ പ്രകാശം എന്നംബികയാഗമിപ്പൂ. അംബിക തന്റെ ചുറ്റും അദ്ഭുത പ്രഭാപൂരം ചിന്തുമ്പോൾ ഈ നിസാര ദീപങ്ങൾ എന്തിനായി മാറ്റുക വേഗം. എൻ്റെ അംബിക ഇതാ വന്നു എന്നെല്ലാം അതിദിവ്യഭാവത്തിൽ പറയുന്ന ധന്യമാമുഖമപ്പോൾ ദിവ്യതേജസ്സു ചിന്തി. എന്നെല്ലാം അതിദിവ്യഭാവത്തിൽ പറയുന്ന ധന്യമാമുഖം അപ്പോൾ ദിവ്യതേജസ്സു ചിന്തി. ദൈവിക നിയോഗത്താൽ ദൈവിക കാര്യം ചെയ്യാനുർവിയിൽ മർത്യജന്മം കൈക്കൊണ്ട ദിവ്യറാണി ദേവിയെ ദർശിച്ചുകൊണ്ടിദ്ദേഹം സംത്യജിച്ചു ദേവി തൻ ദിവ്യധാമ സംപ്രാപ്തി നേടി. ദിവ്യശാന്തത അനന്തമാനന്ദം മുഖത്തൊക്കെ ദിവ്യശാന്തത അനന്തമാനന്ദം മുഖത്തൊക്കെ ദിവ്യശാന്തത അനന്തമാനന്ദം മുഖത്തൊക്കെ. ശ്രീരാമകൃഷ്ണദേവൻ അപ്പോഴാ കാളിക്ഷേത്രം തന്നിലായി ദിവ്യമായ ദർശനമുണ്ടായത്രേ. ദൈവിക ശക്തി വന്നു റാണിയെ ദിവ്യജ്യോതി മാർഗത്തിൽ കൂടി ദേവീധാമത്തിലെത്തിക്കുന്ന ദർശനമുണ്ടായി. ദിവ്യ സമാധിമഗ്നനായി ഈ വണ്ണം നവീകൃത ധർമ്മത്തിന് അടിസ്ഥാനം സ്ഥാപിച്ചു റാസാമണി റാണി ഈ ഭൂതലത്തിൽ. സ്ത്രീകൾക്കു ധീര ഭാവത്തെ കൈവരിച്ചു ലോകത്തിൽ മഹത്കാര്യം ചെയ്യുവാൻ മാർഗം കാട്ടി. ജാതിയും ആചാരവും ഭേദിച്ചു മേലിൽ വേണ്ട മാതിരിയുള്ള ദേവീ മന്ദിരം ആരംഭിച്ചു. ജാതിയും ആചാരവും ഭേദിച്ചു മേലിൽ വേണ്ട മാതിരിയുള്ള ദേവീ മന്ദിരം ആരംഭിച്ചു. സ്വന്തമാം മോക്ഷത്തെക്കാൾ കാക്ഷിക്കത്തക്കതത്രേ അന്തമില്ലാത്ത ലോകർക്കെന്നും മുക്തിയേകാൻ ആയുധമായി തീർന്നു സാമൂഹ്യ സേവ ചെയ്വതെന്നുള്ള നൂതനമാദർശം കാണിക്കുന്നു. സ്വന്തമാം മോക്ഷത്തെക്കാൾ കാക്ഷിക്കത്തക്കതത്രേ അന്തമില്ലാത്ത ലോകർക്കെന്നും മുക്തിയേകാനായുധമായി തീർന്നു സാമൂഹ്യ സേവ ചെയ്വതെന്നുള്ള നൂതനമാദർശം കാണിക്കുന്നു. സർവേശ ലീലാരംഗമാവിഷ്കരിച്ച ശേഷം ദിവ്യയാം രാസാമണി ദിവ്യധാമത്തിലെത്തി. ആയതിൽ പിന്നെ റാണി ജാമാതാവായ ബാബു 1000 മടങ്ങായി ശ്രദ്ധിച്ചു ശുശ്രൂഷിച്ചു ശ്രീരാമകൃഷ്ണദേവ ദൈവിക വിഗ്രഹത്തെ. ശ്രീരാമകൃഷ്ണദേവ ദൈവിക വിഗ്രഹത്തെ ദിവ്യനാം ഈശ്വരന്റെ മൂർത്തിയം നോർത്തു തന്നെ. ത്രേതായാം രാമരൂപായ ദ്വാപരേ കൃഷ്ണമൂർത്തയേ കലൗ പൂർണാവതാരായ രാമകൃഷ്ണായ തേ നമഃ. ഓം സർവധർമ്മസ്ഥാപകസ്ത്വം സർവധർമ്മസ്വരൂപക ആചാര്യാണാം മഹാചാര്യോ രാമകൃഷ്ണായ തേ നമഃ. സ്ഥാപകായ ച ധർമ്മസ്യ
സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ശ്രീരാമകൃഷ്ണ ദേവദൈവിക വിഗ്രഹത്തെ ദിവ്യനാം ഈശ്വരന്റെ മൂർത്തിയെന്നോർത്തു തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഭൂസ്വത്ത് വാങ്ങിവെക്കാൻ ഉദ്ദേശിച്ച അന്നു ബാബു ഭാവിയെ ചിന്ത ചെയ്തു. നീ എന്നെ പ്രപഞ്ചത്തിൽ ബന്ധിക്കാൻ ഒരുങ്ങുന്നുവോ? ഞാൻ എന്നും ആനന്ദത്തിൽ അമ്മയിൽ രമിക്കുന്നു. മായിക വ്യാമോഹങ്ങൾ ബാധിക്കയില്ല എന്നെ. ന്യായമല്ലിനി മേലിൽ ഈ വണ്ണം ചിന്തിക്കേണ്ട. ധീരനായി സ്വതന്ത്രനായി ഈ വിധം അരുൾ ചെയ്തു സാരജ്ഞൻ. മധുരനും ഉള്ളത്തിൽ സന്തോഷിച്ചു. ഏറ്റവും ഭംഗിയുള്ള വസ്ത്രങ്ങൾ, പട്ടുവസ്ത്രം, മറ്റുള്ള വില കൂടും വസ്തുക്കൾ ഇവയെല്ലാം ഉത്തമ ഭക്തനായ ബാബുവാ ദിവ്യനായിട്ട് അർപ്പിക്കും. അതു കണ്ടിട്ട് ആനന്ദം കൊള്ളും ദേവൻ. അല്പനേരത്തിനുള്ളിൽ എന്താണ് ഈ ഭ്രാന്തി എന്ന് ജൽപ്പിച്ചുകൊണ്ട് അതൊക്കെ ഭൂമിയിൽ എറിഞ്ഞിടും. കാലുകൊണ്ട് അവയൊക്കെ ചവിട്ടി നശിപ്പിക്കും. എന്നാലും മധുരന് സന്തോഷമല്ലാതില്ല. ധന്യമേ ധന്യം ദിവ്യ ജീവിതമിതെന്നോർക്കും. അപ്പപ്പോൾ സ്വന്തഗേഹം തന്നിലും കൊണ്ടുപോയിട്ടപ്പുമാൻ സേവ ചെയ്യും. അദ്ഭുത ഭക്തിഭാവം, അദ്ഭുത ഭക്തിഭാവം. ഇങ്ങനെ രാമകൃഷ്ണ ഭക്തനായി തീർന്ന ബാബു തന്നുടെ കുടുംബത്തിന് ആചാര്യദ്വിജോത്തമൻ ബാബുവെ മയക്കിയോൻ ശ്രീരാമകൃഷ്ണൻ എന്നു ചേതസ്സിലോർത്തു പാരം അസ്വസ്ഥനായി തീർന്നു. അന്നൊരു നാളിൽ ദേവൻ ബാബുവിൻ ഗേഹം തന്നിൽ ഉന്നത ഭാവമാർന്നു മേവുമ്പോൾ ഇയാൾ ചെന്ന് എന്നുടെ ബാബുവിനെ എങ്ങനെ മയക്കി നീ എന്നോതി കാലുകൊണ്ടു ചവിട്ടി 3 വട്ടം. ശ്രീരാമകൃഷ്ണൻ അപ്പോളൊന്നുമേ ചൊന്നതില്ല. ബാബുവിനോടു പോലും അക്കാര്യം പറഞ്ഞില്ല. അല്പനാൾ കഴിഞ്ഞപ്പോൾ ബാബു ആ ബ്രാഹ്മണനെ വീട്ടിൽ നിന്ന് ഓടിച്ചെന്ന് കേൾക്കുന്നു കാര്യം എന്തോ. പിന്നൊരു നാളിൽ ദേവൻ ഇക്കാര്യമെല്ലാം ചൊല്ലി അന്നു ഞാൻ അറിഞ്ഞെങ്കിൽ അപ്പോഴേ ശിരച്ഛേദം ചെയ്യുമായിരുന്നെന്നു ബാബുവും പറഞ്ഞത്രേ. ഇങ്ങനെ ദിവ്യമായ ലീലകൾ നടക്കവേ അങ്ങൊരു നാളിൽ കാലെ പുഷ്പങ്ങൾ അറുക്കുമ്പോൾ ഗംഗതൻ തീരത്തൊരു കാഷായ വസ്ത്രധാരി അങ്കനാമണി മധ്യവയസ്ക വന്നിറങ്ങി. ശ്രീരാമകൃഷ്ണൻ കണ്ടു. വേഗത്തിൽ തന്റെ വാസഗേഹത്തിൽ എത്തിച്ചേർന്നു. വിളിച്ചു, ഹൃദയനെ, ഇപ്പോഴാ ഗംഗാ തീരെ വന്നവർ സന്യാസിനി ദർശനം ഇച്ഛിപ്പൂ. ഞാൻ ഇങ്ങോട്ടേക്ക് ആനയിക്കൂ എന്നോതി അതു കേട്ടു ചൊല്ലിനാൻ ഹൃദയനും. ഇന്നോളം കാണാതുള്ളൊരന്യായം സന്യാസിനി എങ്ങനെ വിളിച്ചിടുമായവർ വന്നിടുമോ? ഇംഗിതം ആ വിധത്തിൽ എങ്ങനെ വന്നു ചേർന്നു? ഈ വാക്യം കേട്ടു വേഗം എന്നുടെ വൃത്താന്തങ്ങൾ ചെന്നു നീ ചൊന്നാൽ അപ്പോൾ വന്നിടും അവരും. ശ്രീരാമകൃഷ്ണനോതി ഔവണ്ണം ഹൃദയറാം ഗംഗാ തീരത്തിലെത്തി യോഗിനി തന്നെ കണ്ടു. ഓം നമോ ഭഗവതേ ശ്രീരാമകൃഷ്ണായ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. മനോരഥോ മദീയോയം സഫല സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ ഗദാധരാ. ശ്രീരാമകൃഷ്ണ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ രാമകൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരെ. സർവം ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.